പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വസ്ത്രമോ ഒരു ഫോണോ വാഹനമോ ഒക്കെ വാങ്ങിച്ചാൽ പിന്നെ അതിൻ്റെ ഉടമസ്ഥാവകാശം നമുക്കല്ലേ. നാം അത് വില കൊടുത്ത് വാങ്ങിച്ചതാ. മാത്രമല്ല, ആ വസ്തുക്കൾ എപ്പോൾ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എപ്രകാരം സൂക്ഷിക്കണം എന്നൊക്കെയുള്ളത് നമ്മുടെ തീരുമാനമാണ്. കാരണം നാം അതിനൊരു വില കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, അതിൻ്റെ ഉടമസ്ഥാവകാശം നമുക്കാ. ഇന്ന് പരിശുദ്ധാത്മാവിനേറെ ആശ്വസിപ്പിച്ച സന്തോഷിപ്പിച്ച ഒരു വചനമുണ്ട്. 1 കൊരിന്ത്യർ 6:19 അതിൽ ഇപ്രകാരം ഒരു വാചകം എഴുതിയിട്ടുണ്ട്: നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ. അതിനു മുമ്പ് എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്ന മന്ദിരമാകുന്നു നിങ്ങൾ. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഈ സെന്റൻസ് നോക്കിയോ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥൻ്റെ തീരുമാനമാണ് നാം എങ്ങനെയാകണം, നമ്മെ എപ്പോൾ ഉപയോഗിക്കണം, നമ്മെ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത്. വില കൊടുത്ത് വാങ്ങിയതാകിയാൽ അത് ഏറെ പ്രഷ്യസ് ഉടമസ്ഥന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില വിങ്ങുന്ന ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാൻ പറയട്ടെ, നിങ്ങൾക്കുള്ളവരല്ല. നിങ്ങളുടെ കഴിവ് കൊണ്ടോ മിടുക്കുകൊണ്ടോ ഒന്നുമല്ല നിങ്ങൾ സർവൈവ് ചെയ്യുന്നത്. നിങ്ങളെ ഇന്ന് സൂക്ഷിച്ചിരിക്കുന്നത്, നിങ്ങളെ പരിപാലിക്കുന്നത്, നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയ കർത്താവ്. അവിടുത്തെ ഉദ്ദേശത്തിനായിട്ടാണ്, അവിടുത്തെ ചില പർപ്പസസിനായിട്ടാണ് നിങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നത്. എന്നെ എന്താ ഉപയോഗിക്കാത്തത്, എനിക്കെന്താ ഒരു വാതിൽ തുറക്കാത്തത് എന്നൊന്നും ചോദിച്ച് പരിഭവപ്പെടണ്ട. വാങ്ങിച്ച, വില കൊടുത്ത് വാങ്ങിയ ഉടമസ്ഥൻ അവിടുത്തെ ഇഷ്ടപ്രകാരം തക്ക സമയത്ത് ഏറ്റവും മനോഹരമായ നിലയിൽ നിങ്ങളെ ഉപയോഗിക്കും. മാത്രമല്ല, നിങ്ങൾക്കൊരു കേടും വരാതെ വണ്ണം ഉടമസ്ഥൻ നിങ്ങളെ സൂക്ഷിക്കും. നിങ്ങളെ വെറുതെ ഇവിടുന്ന് കിട്ടിയതല്ല, ഉടമസ്ഥന് വില കൊടുത്ത് വാങ്ങിയതാ. വില എന്താണെന്ന് അറിയാമല്ലോ. പിതാവാം ദൈവത്തിൻ്റെ പൊന്നു മകനാകുന്ന യേശുവിനെ നിങ്ങൾക്കായി കൊടുത്തു. മാത്രമല്ല, യേശുവിൻ്റെ അവസാന രക്തം, തൻ്റെ ജീവൻ നിങ്ങൾക്കായി വെടിഞ്ഞു, എനിക്കായി വെടിഞ്ഞു. അതാണ് നമ്മളെ വാങ്ങിക്കുവാൻ അപ്പ കൊടുത്ത ഏറ്റവും വലിയ പ്രൈസ്. അങ്ങനെയാണെങ്കിൽ ആ വില കൊടുത്ത് വാങ്ങിച്ച എന്നെയും നിങ്ങളെയും ഉപേക്ഷിക്കുമോ? ഉപയോഗിക്കാതെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് തള്ളിക്കളയുമോ? നോ. അവിടുന്ന് അസാധാരണമായി തക്ക സമയത്ത് മനോഹരമായി ഉപയോഗിക്കും, പരിപാലിക്കും. ധൈര്യമായിട്ടിരിക്കുക. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്കുള്ളവരല്ല, ഞങ്ങൾക്കതറിയാം. അങ്ങ് ഞങ്ങളെ വാങ്ങിയതാ. അങ്ങയുടെ ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നു. ഞങ്ങളെക്കുറിച്ച് അങ്ങയ്ക്ക് വലിയ പദ്ധതി ഉണ്ടെന്ന് അറിയുന്നു. എന്നെയും എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ വലിയ ദൈവിക പദ്ധതികൾ, ഉദ്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകട്ടെ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Bless you.